Look at these two words here, everyday and everyday. ഇത് കാണുമ്പോൾ ഒരുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ പറയുമ്പോഴും ഒരുപോലെയാണ്, പക്ഷെ മീനിങ് വളരെ ഡിഫറെന്റ് ആണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ എവറിഡേ, പൊതുവെയുള്ള, ജനറലിയുള്ള എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ പതിവായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറലി ഞാൻ പൊതുവെ ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. ഇതെങ്ങനെയാ പറയാ? ദിസ് ഈസ് മൈ എവറിഡേ റുട്ടീൻ. ഇത് ഞാൻ പൊതുവെ ചെയ്യുന്ന, പതിവായിട്ട് ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് എന്നാണ് ഇതിന്റെ മീനിങ് കേട്ടോ. ഞാൻ സാധാരണ ഡ്രസ്സാണ് വീട്ടിൽ ധരിക്കാറുള്ളത്. ഐ വെയർ എവറിഡേ ക്ലോത്ത്സ് അറ്റ് ഹോം. സാധാരണ ഡ്രസ്സ് തന്നെയാണ് വീട്ടിൽ ധരിക്കാറുള്ളത്. ഐ വെയർ എവറിഡേ ക്ലോത്ത്സ് അറ്റ് ഹോം. ഓക്കെ. ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പം സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. എങ്ങനെ പറയും? ഇംഗ്ലീഷ് ഈസ് എ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. ഇനി സെക്കൻഡ് വൺ എവറിഡേ, ഇത് വളരെ ഈസിയാണ്. ഓരോ ദിവസവും, എല്ലാ ദിവസവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. എല്ലാ ദിവസവും അവരിവിടെ വരാറുണ്ട്. ദേ കം ഹിയർ എവറിഡേ. ഇനി ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കാറുണ്ട് എല്ലാ ദിവസവും. വി ടോക്ക് അബൌട്ട് ഇറ്റ് എവറിഡേ. ഇനി എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. ദേ കോൾ മീ എവറിഡേ. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെല്ലാ ദിവസവും വിസിറ്റ് ചെയ്യാറുണ്ട് എന്ന് പറയാം. ഓക്കെ, ഐ വിസിറ്റ് ദം. ഇനി ഇതിനകത്തുള്ള എവറിഡേ എന്നുള്ളത്, ഇതിനകത്തുള്ള കറക്റ്റ് എവറിഡേ ഏതാണെന്ന് നോക്കിയിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം.